കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 48ാമത്തെ ബൂത്തിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത് ഭിന്നശേഷി സൗഹൃദ പോളിംഗ് ബൂത്താണ്. ഏതായാലും ഇവിടെ ഈ സ്കൂളിൽ എല്ലാവിധ സൗകര്യങ്ങളും വോട്ടർമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിക്കൊണ്ട് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് ബൂത്ത് നമ്പറുകളും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും മനസ്സിലാക്കാൻ ഇവ ബ്രെയിൽ ലിപിയിൽ എഴുതിയിട്ടുള്ള പേപ്പറുകളും പതിച്ചിട്ടുണ്ട്. കേൾവിശക്തി ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ നോട്ടയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ ബൂത്ത് നിയന്ത്രിക്കുന്നവരെല്ലാം ഭിന്നശേഷിക്കാർ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പൊതുവിൽ നമ്മളുടെ ഇത്തരം തിരഞ്ഞെടുപ്പ് പോലുള്ള പ്രക്രിയകളൊക്കെ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഡിസേബിൾഡ് ആയതുകൊണ്ടാണെന്നാണ്. മറിച്ച് ഈ സിസ്റ്റം ഏബിൾ ബോഡീഡിന് മാത്രം ചെയ്യാവുന്ന രീതിയിൽ ആയതുകൊണ്ടാണ്. അത് നമ്മളെ പരമാവധി ആക്സസിബിൾ ആയിക്കൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു. ഗ്രേറ്റർ ആയിട്ട് എന്താണ് ഡിസേബിൾഡിൻ്റെ സാധ്യതകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റും. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സ് കഴിഞ്ഞവർക്കും വീൽചെയർ സൗകര്യവും വീട്ടിൽ നിന്ന് പോളിംഗ് സ്റ്റേഷനിലെത്തിച്ച് തിരികെ എത്തിക്കുവാനുള്ള വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ ബൂത്തിൽ വോളണ്ടിയർമാരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് CRCയിൽ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങളിവിടെ വന്നത് ഭിന്നശേഷിക്കാരായ ഹിയറിംഗ് ഇമ്പയർഡ് ആയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തിരഞ്ഞെടുപ്പ് വോട്ടർമാർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുമെന്ന് തീർച്ച. ക്യാമറമാൻ അനുരാഗിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.